വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിലപ്പെട്ട കർത്തദാസനോടും സെക്രട്ടറിയായി ശുശ്രൂഷിക്കുന്ന ദേവദാസനോടും കൊയറിനോടും സഭയോടും ചേർന്ന് ഒരു രാത്രി കൂടി ആയിരിക്കാൻ കർപ്പ് തന്നല്ലോ. നമുക്ക് അല്പനിമിഷങ്ങൾ ദൈവവചന ധ്യാനം ഒരു അനുഗ്രഹമാകട്ടെ. വചന പഠനം മറ്റെന്തിനേക്കാട്ടിലും വളരെ നല്ലതാണ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇവിടെ ബൈബിൾ ക്ലാസ് നടക്കുന്നു എന്നറിയുന്നതിൽ നിങ്ങളുടെ ഒപ്പം ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ തുടർച്ചയല്ലെങ്കിലും ഒരു ക്ലാസ് പോലെ അല്പസമയം ദൈവവചനം പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. അതിനാധാരമായിട്ട് ധന്യനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, ഫസ്റ്റ് തെസ്സലോനി ചാപ്റ്റർ 5 വേഴ്സ് 23, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമുക്ക് രാത്രിയിലത്തെ ദൈവവചന പഠനത്തിനായി വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ. വാക്യം എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടോ? ഓക്കെ. ഇംഗ്ലീഷ് അറിയാവുന്ന കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിലും, മലയാളം അറിയാവുന്ന സഹോദരങ്ങളെ മലയാളത്തിലും ആ വാക്യം ഒന്നിച്ചൊന്ന് വായിക്കാം. 24-ാമത്തെ വാക്യം ദൈവം തന്ന ശബ്ദത്തിൽ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. വളരെ പരിചിതമായ വാക്യം. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് നേരിട്ട വലിയ പ്രതിസന്ധി, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമോ സഭയ്ക്കെന്ന് തോന്നിയ ഭക്തൻ സഭയെ ഓർപ്പിച്ച് ഉണർത്തുവാൻ നിരവധി കാര്യങ്ങൾ എഴുതിയ കൂട്ടത്തിൽ പ്രത്യേകമായി പറഞ്ഞു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. ആ സമയങ്ങളിലുണ്ടായ പീഡ തെസ്സലോനിക്കയിലെ സഭയിലെ അനേക മകൻ വ്യക്തികളെ ആത്മീയ ഗോളത്തിൽ ശക്തമായി പ്രകാശിച്ചിരുന്ന പലരെയും ശത്രു തകർത്ത് കഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞവരുടെ നിത്യത എങ്ങനെ എന്നുള്ള ചിന്തയിൽ ഭാരപ്പെട്ടവരോട് പൗലോസ് പറഞ്ഞു, നിങ്ങളവരെ കുറിച്ച് അറിയാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ഉയർപ്പിനെ കുറിച്ചും നമ്മുടെ രൂപാന്തരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ താൻ പറഞ്ഞ ഒരു വാക്യമാണ്, സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഒരു മുഴുവൻ ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? മുഴുവൻ എന്ന് പറയുമ്പോൾ അവിടെ താഴെ പറയുകയാണ്, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ദേഹം, ഈ മൂന്നും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ, ജെയിംസ് തൻ്റെ ലേഖനത്തിൽ ചാപ്റ്റർ 1 വേഴ്സ് 21, 1-21, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും, ആത്മാക്കളെ രക്ഷിക്കുക, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആത്മാവിന്റെ രക്ഷ. എല്ലാവരും പറഞ്ഞേ, ആത്മാവിന്റെ രക്ഷ. 2,
അതിന്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ദേഹത്തിന്റെ രക്ഷ, സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുക എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്കായി ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? 2 ദേഹത്തിന്റെ രക്ഷ, 1 ആത്മാവിന്റെ രക്ഷ, 2 ദേഹത്തിന്റെ രക്ഷ, 3 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവന്റെ പ്രാണനെ രക്ഷിക്കുന്നു. പ്രാണരക്ഷ. 1 ആത്മാവിന്റെ രക്ഷ, 2 ദേഹത്തിന്റെ രക്ഷ, 3 പ്രാണന്റെ രക്ഷ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിന്നയില്ലാതെ ചോദ്യം ചെയ്യപ്പെടാതെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ശാന്തമായിട്ട് അല്പനിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ആത്മാവിന് രക്ഷ കിട്ടിയോ, പ്രാണന് രക്ഷ കിട്ടിയോ, ദേഹത്തിന് രക്ഷ കിട്ടിയോ എന്നൊക്കെ ഒന്ന് അറിയുന്നത് വരും ദിനങ്ങളിലെ ആത്മീക ജീവിതത്തിന് വലിയ അനുഗ്രഹമാണ്. കേൾക്കാൻ കൊതിയുള്ള എത്ര പേരുണ്ട്? അതീവ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ രക്ഷയ്ക്ക് വളരണമെങ്കിൽ ആത്മാവിന്റെ രക്ഷയാകട്ടെ, പ്രാണന്റെ രക്ഷയാകട്ടെ, ദേഹത്തിന്റെ രക്ഷയാകട്ടെ, മുഴുവനായി രക്ഷപ്പെടണമെങ്കിൽ നമ്മിൽ നിന്ന് ചിലതെല്ലാം എടുത്ത് മാറ്റണം. എന്തൊക്കെ മാറ്റാനാണ് പത്രോസ് പറയുന്നത്? സകല ദുഷ്ടതയും, സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവം, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ആരെ പോലെയാകണം? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നമ്മളായിത്തീരണം. വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പത്രോസ് അപ്പോസ്തലൻ ഇത് ഓർപ്പിച്ചത്. എന്നും ഒരുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പണിച്ചിട്ടുണ്ട്, അന്നിലൊക്കെയാ എല്ലായിടത്തും നട്ടപ്പോഴും ഒരു കൊട്ട വരച്ചപ്പോഴും അങ്ങനെയുള്ള ഒരാള് ഇതൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വളരണം, എനിക്ക് ക്രിസ്തുവിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നവര് ഇതെല്ലാം നീക്കണം. ചില കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചാലും വയറ് മാത്രം വീർത്തു വരികയും ദേഹമെല്ലാം ഓഞ്ഞു വരികയും ചെയ്യും. അവന്റെ വാരിയിലൊക്കെ നമുക്ക് എണ്ണാം. അപ്പൊ ഡോക്ടറെ ചെന്ന് കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇവന്റെ വയറ്റില് പീത്തവരെയും അല്ലാത്ത വരെയൊക്കെ ഉണ്ട്, അതിന് അത്യാവശ്യമായിട്ട് ഇവന് മരുന്ന് കൊടുക്കണം. അപ്പൊ ഡോക്ടർ പറയുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഇവന്റെ വയറ്റിൽ കിടക്കുന്ന ഇവന്റെ ആഹാരം ദേഹത്തോട്ട് പുഷ്ടി പിടിക്കാതിരിക്കുന്ന ആ ജീവികളെല്ലാം എന്ത് ചെയ്യണം? കൊന്നു കളയണം. അപ്പോൾ ഇവൻ എന്തോ ഉണ്ടാകാൻ തുടങ്ങും എന്ന് പറഞ്ഞ പോലെ രക്ഷയ്ക്കായി വളരണമെങ്കിൽ നമ്മളിലെ കുറെ പീത്തവരുടെ പേരാണ് പത്രോസ് പറഞ്ഞു. എന്തൊക്കെയാണ്? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും,
എല്ലാ അസൂയയും ഇതൊന്നുമില്ലാത്തവർ നല്ലൊരു അലരിയം. പിണങ്ങല്ലേ, നമുക്ക് സന്തോഷമായിട്ട് ചിന്തിക്കാൻ വേണ്ടി. നമ്മിലെല്ലാം ഞാൻ ഇതിനകത്ത് ഒഴിവുള്ള ആളല്ല, നമ്മിലെല്ലാം ആത്മീകമായി വളരാൻ കഴിയാത്ത എന്തൊക്കെയോ ഇനിയും ശേഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ക്ലാസിന്റെ ലക്ഷ്യം എന്റെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായതെല്ലാം എന്നിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്തോത്രം പറയാം. നമുക്ക് ശ്രമിച്ചാൽ അത് നടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രായോഗിക ജീവിതത്തിൽ നീക്കപ്പെടേണ്ടതെല്ലാം നമ്മള് നീക്കണം. ഈ പത്രോസ് വാസ്തവത്തില് ഒരു മുഴുവൻ കഴുകൽ ആഗ്രഹിച്ച മനുഷ്യൻ. അല്പം എടുത്തിയാട്ടവും പെട്ടെന്നുള്ള മറുപടി പറച്ചിലും ഒക്കെ തനിക്കുണ്ടെങ്കിലും തന്നെ കർത്താവ് ഇഷ്ടപ്പെടാനൊരു കാരണം ഒരു മുഴുവൻ കഴുകൽ തനിക്ക് ഇഷ്ടമാണ്. കാല് കഴുകാനായിട്ട് എല്ലാവരുടെയും കാല് നീട്ടിക്കൊടുത്തപ്പോ പത്രോസ് കാല് പുറകോട്ട് വലിച്ചു. പത്രോസ് പറഞ്ഞു, എന്റെ കാലം തീയണ്ട, കഴുകണ്ട. ഉടനെ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ പങ്കുമില്ല, ഓഹരിയില്ല. ഉടനെ ഈ മനുഷ്യൻ പറയാണ്, അന്ന് എന്റെ തലയും കാലും എല്ലാം കൂടെ കഴുകണം. കർത്താവിന്റെ കൂടെ എനിക്ക് പങ്കില്ലെങ്കിൽ, കാല് കഴുകപ്പെടാത്തത് കൊണ്ട് കർത്താവിന്റെ കൂടെ എനിക്ക് ഓഹരിയില്ലെങ്കിൽ എന്റെ കാല് മാത്രം പോരാ, എന്നെ മുഴുവനായിട്ടും കഴുകണം. ഈ മനുഷ്യനെ കർത്താവ് പിന്നെയും പിന്നെ ഇഷ്ടപ്പെട്ട് ഒറ്റ തള്ളി പറഞ്ഞിട്ടും പ്രാഗിട്ടും പുറകെ തിബരിയാസിന്റെ കടക്കരെ പോയി വറുത്ത മീനും കൊണ്ടൊക്കെ ഇരിക്കാൻ കാരണം ഇവനിലുള്ള ഒരാഗ്രഹം യേശുവിന് മനസ്സിലായി. ഇവൻ അല്പം എടുത്തിയാട്ടോ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഒരു മുഴുവൻ കഴുകൽ ആവശ്യപ്പെടുന്ന മനുഷ്യനാണ്, ഒരു മുഴുവൻ കഴുകൽ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. ഇന്ന് രാത്രി സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കഴുകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ രാത്രി ഒരു മുഴുവൻ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നവരെ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അതേ പത്രോസ് 1:4 അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോ രക്ഷ ഇപ്പൊ കിട്ടിയത് പൂർണ്ണമല്ലെന്ന് അറിയണം. ഇനിയൊരു രക്ഷ വരുന്നുണ്ട്. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മളിപ്പോൾ സൂക്ഷിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ടവരായ നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കപ്പെടുന്നത്, ഇപ്പോൾ ലഭിച്ച രക്ഷയ്ക്ക് നമുക്ക് ഒരു പേരിടാം, പ്രാപിച്ച രക്ഷ. എല്ലാരും പറഞ്ഞേ, എല്ലാരും പറഞ്ഞു, പ്രാപിച്ച രക്ഷ. ഇനിയും ഇന്ന് രാത്രി നടക്കുന്നത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ. ഇപ്പൊ വായിച്ച വാക്യം പ്രാപിക്കാൻ പോകുന്ന രക്ഷ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പ്രാപിച്ച രക്ഷ. 2, പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ. ഞായറാഴ്ച ആരാധനയിൽ, വെള്ളിയാഴ്ച ആരാധനയിൽ, ചൊവ്വാഴ്ച സഹോദരിമാരുടെ യോഗത്തിൽ, ബുധനാഴ്ച ബൈബിൾ ക്ലാസ്സിൽ, പ്രൈസ് ദി ലോർഡ്, അടുത്ത ഉപവാസ പ്രാർത്ഥന ഒക്കെ നമ്മൾ രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക്, രക്ഷ പ്രാപിച്ച നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ഒരു രക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ രക്ഷ ഇന്ന് രാത്രി വരെ പൂർണ്ണമായിട്ടില്ല. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സന്തോഷം രക്ഷിക്കപ്പെടും. കർത്താവിന്റെ കാഹളധ്വനിയുടെ ദിവസത്തിൽ നമ്മുടെ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് രക്ഷയുടെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എല്ലാ അഴുക്കും
എല്ലാ ചതിവും, വ്യാജഭാവങ്ങളും, എല്ലാ അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയണം. ആരെ പോലെയാകണം? നിഷ്കളങ്കതയുള്ള ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ നമ്മളായി തീരണം. നമ്മളെങ്ങനെ ജനിച്ചേ? യാക്കോബ് 1:18, പത്രോസ് 1:28, 2 വാക്യങ്ങൾ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഒന്ന് പത്രോസ് 1:28 18 യാക്കോബിന്റെ യാക്കോബ് 18 വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോറി, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എത്ര വാക്യം? 23. ഞാൻ പറഞ്ഞ 23. എടുത്ത ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 2 വാക്യം ശ്രദ്ധിച്ച്. 1:18 ഒന്നുകൂടെ വായിക്കുന്നു. യാക്കോബ് ഒന്നുകൂടെ വായിക്കുന്നു. നാം അവന്റെ സൃഷ്ടികളിൽ അവൻ അവനെല്ലാം യേശുവിനാക്കി വായിച്ചോ. നാം യേശുവിന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് യേശു തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നോക്കിയ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നാട്ടുകാരുടെ ഇഷ്ടത്തിലല്ല. വീട്ടിൽ വന്ന് ട്രാക്ട് തന്ന ഉപദേശത്തിന്റെ ഇഷ്ടത്തിലല്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൂത് പറഞ്ഞ പ്രവാചകന്റെ ഇഷ്ടത്തിലല്ല. നാം രക്ഷിക്കപ്പെട്ടത് യേശുവിന്റെ ഇഷ്ടത്തിലാണ്. ഒരുവിധം നാം അവന്റെ സൃഷ്ടികളിൽ ഒരാദ്യ ഫലമാകേണ്ടതിന് ജീവനുള്ള വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. വീണ്ടും ജനനത്തിന്റെ ബീജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. എന്തിനാണ് വചനത്തിന്റെ ക്ലാസ് എന്ന് ചോദിച്ചാൽ, നിന്നെ വീണ്ടും ജനിപ്പിച്ചത് വചനത്താലാണ് ജനിപ്പിച്ചത്. ആഴത്തിൽ പറയുകയാണ്, നാം ഇപ്പൊ ജനിച്ചിരിക്കുന്ന ബീജത്തിന്റെ പേര് കെടുന്ന ബീജം. എന്ത് കെടും? 50, 60, 70, 80 എപ്പോഴാണോ കിടുന്നത് അപ്പൊ കെട്ടും. കണ്ണെപ്പോൾ അടയ്ക്കുമോ, മൂക്കിലെപ്പോ പഞ്ഞി വെക്കുമോ, കൈയെപ്പോ കൂട്ടിക്കെട്ടുമോ അപ്പൊ കെട്ടും. അങ്ങനെ കെടുന്നതിന്റെ പേരാണ് കെടുന്ന ബീജം. പക്ഷേ രക്ഷിക്കപ്പെട്ട ബീജമേല വായിച്ചേ, കെടാത്തതിനാൽ. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോ ആ വിളക്ക് കത്തുക. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതും. മറ്റേതായ 80 കെട്ടുപോകും, ഏറെയായാൽ 80 കെട്ടുപോകും. പക്ഷെ ഇത് കെട്ടുപോകുന്നല്ല, നിലനിൽക്കുന്നതായ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന സ്വത്രം പറയണം. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ രക്ഷയ്ക്കായി വളരണമെങ്കിൽ ജനിച്ചത് എന്തിലാണോ അത് മായമില്ലാതെ കുടിക്കണം. മനസ്സിലാകുന്നു? വചനം താൻ ജനിച്ചവൻ വചനം കുടിച്ചെങ്കിലേ അവന് വളരാനൊക്കത്തു. സ്തോത്രം പറയണം. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. പിന്നെന്തിനാണ്? ദൈവവചനത്തിനായിട്ട്. വചനത്തിനായി ദാഹമുള്ളവരെ ഓർത്ത് പിണങ്ങാതിരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ഒരു പ്രായമുള്ള ദൈവദാസൻ എന്നെ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഈ കഴിഞ്ഞു പോയ ഒരു 18-16 മണിക്കൂറിനകത്ത് വേദപുസ്തകത്തിന് ഒരു പേജെങ്കിലും വായിച്ചൊരു മാത്രം ഒന്ന് കൈപോയി. ഇത്രയും പേരുണ്ടല്ലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. രാവിലെ കാപ്പി കുടിക്കാൻ നമ്മൾ മറന്നോ? ഇല്ല. നമ്മൾ 8 മണിക്കോ 8:30ക്കോ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് മറന്നോ? പറ. ഇല്ല. സമയമില്ലാഞ്ഞോര് വീട്ടിൽ കഴിക്കാതെ പൊതിഞ്ഞോണ്ട് പോയി കഴിച്ചില്ലേ?
ഉച്ചക്കത്തേത് മറന്നു? പറ. ഇല്ല. 4 മണിക്കത്തേത് മറന്നു? ഇല്ല. വൈകിട്ടത്തേത് റെഡി ആക്കിയിട്ടില്ല നമ്മൾ വന്നേക്കുന്നേ? മിണ്ടുന്നില്ല. ഇതെല്ലാം ആർക്കു വേണ്ടിയാ? അല്ല, കെടുന്ന ബീജം. നമ്മുടെ വിഷയം വിട്ടു പോകല്ലേ. ഇതെല്ലാം ആർക്കു വേണ്ടിയാ? കെടുന്ന ബീജത്തിന്റെ കൂടെ വരണം. ഈ രാവിലെ 6 മണിക്കൂടെ കടുങ്കാപ്പി തൊട്ട് ഇനി രാത്രി ചെന്ന് നമ്മൾ തട്ടിക്കയറ്റാൻ പോകുന്ന ആഹാരം വരെ ആർക്കു വേണ്ടിയാ? കെടുന്ന ബീജത്തിന്. കെടാത്ത ബീജത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തോ? നിലനിൽക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തോ? നിന്റെ കുറെ ആവശ്യം പറഞ്ഞു കാണും. എനിക്കിപ്പൊ കിട്ടുന്നത് പോരാ, എന്റെ കൊച്ചിനിപ്പോ ഉള്ള ലെവല് പോരാ, എന്റെ മരുമോന്റെ ലെവല് പോരാ, എന്റെ വീടിന്റെ ലെവല് പോരാ, അത് തരണം ഇത് തരണമെന്ന് കുറെ അപേക്ഷ പറഞ്ഞു കാണും. നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യമല്ലോ റെഡിയാക്കിയോ? മുഴുവനായ ഒരു ശുദ്ധീകരണത്തിന് ഇന്ന് രാത്രി എത്ര പേര് തയ്യാറായിട്ടുണ്ട്? സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ ഇന്ന് രാത്രി മുഴുവനും ശുദ്ധീകരിക്കാൻ കഴിയുന്ന മായമില്ലാത്ത വചനമെന്ന പാല് ഇന്ന് പകൽ കുടിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബാക്കിയെല്ലാം അശ്വരമായ പ്രിയരെ, ബാക്കിയെല്ലാം കഴിഞ്ഞു പോകുന്നതാ. എന്നാൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ ശ്രമിക്കണം. Praise the Lord. Praise the Lord. ഈ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 18. ഒരു പ്രവാചി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് യേശു പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കണേ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇത് എല്ലാരോടും അല്ല. നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ആര് പറയാണ്? യേശു പറയാ. നമ്മുടെ ഇടയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം പോട്ടെ, അടുത്ത ഭാഗം വായിച്ചു. അത് നമ്മൾ ചെയ്യുന്നതാണല്ലോ. എരവേലിലോ കുമ്മനാട്ടോ ഒന്നും കൊണ്ടാക്കിയിട്ടില്ലല്ലോ. ഹലോ, അപ്പൊ അത് നമുക്ക് കേൾക്കണ്ട. നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല. അപ്പനെ അമ്മയും നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ച് ചെലവിന് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ട് നമ്മൾ 2 മാസം താമസിപ്പിച്ച് വിടുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് വേണ്ട. ഇത് നിത്യജീവൻ പ്രാപിക്കുന്ന പ്രമാണിയതിന്റെ കാര്യം. വായിച്ചേ. ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവന് എത്രയും ധനവാനാവുകൊണ്ട്. അപ്പൊ അവനെ നമുക്ക് അംബാനിന്നോ അദാനിന്നോ ആ 2 പേര് നമുക്ക് പറഞ്ഞിട്ടുള്ളല്ലോ. കാശുകാരൻ എന്ന് പറയുമ്പോ അല്ല, ഇവന് യൂസഫ് അലി എന്നൂടെ പറഞ്ഞു. അവൻ എത്രയും ധനവാനാകെ കൊണ്ട്. അപ്പൊ അങ്ങനെയാണ് അവൻ ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിൽ പോയി ലെക്സസ് മേടിച്ചു, പിന്നെ ജാക്കുവർ മേടിച്ചു, പിന്നെ ഫ്രാഡോ മേടിച്ചു, 2 നില വീട് കോട്ടയത്തും എറണാകുളത്തും പിന്നെ കുമ്പനാട്ടും മേടിച്ചു, തോട്ടം മേടിച്ചു, പിള്ളേരെ നല്ല ലെവലിൽ കെട്ടിച്ചു. ഇതെല്ലാം ചെയ്തിട്ട് മാർക്കറ്റിൽ കിട്ടാത്തൊരു സാധനം, അവന്റെ കയ്യില് ചിക്കിരിക്ക് മേടിക്കാൻ കഴിയാത്തൊരു സാധനം വിൽക്കുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞു. ആ ആളിനടുക്ക് വന്നേക്കാണ്, കർത്താവേ എന്റെ കാശിന് മേടിക്കാനുള്ള എല്ലാം ഞാൻ എന്ത് ചെയ്തു? മേടിച്ചു കഴിഞ്ഞു. പക്ഷെ മാർക്കറ്റിൽ കിട്ടാത്തൊരു സാധനം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കിട്ടാൻ വേണ്ടി പുള്ളി അദ്ദേഹത്തെ സോപ്പിട്ടൊരു വിളിച്ചു, നല്ല ഗുരു. നമ്മുടെ ചില എന്റെ പ്രിയപ്പെട്ട റൈറ്റ് റവറിന്റെ മോസ്റ്റ് പാസ് എന്നൊക്കെ പറഞ്ഞ എന്റെ കൂട്ടത്ത് വരണേ. നമ്മളൊക്കെയാണ് കപ്പി വെച്ച് ഇറങ്ങേണ്ടി വരും. പിന്നെ കപ്പി കയറാൻ വെച്ച് ഈ ക്ലാസ്സുകളെ നമ്മൾ അറിയാതെ പൊങ്ങിപ്പോ. യേശു അങ്ങനൊന്നും പൊങ്ങത്തില്ല. നിന്റെ ഈ ഡയലോഗിനകത്തൊന്നും യേശു പൊങ്ങത്തില്ല. നമ്മളാണ് റൈറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ പറയാ, പിന്നെ നിൽക്കുന്ന മേലോട്ട് പോയിട്ട് താഴോട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ
യേശു പറഞ്ഞു, നീ എന്നെ കയറി നല്ല ഗുരു എന്ന് വിളിക്കാൻ കാര്യം എന്നാ? എടാ, ദൈവം ഒരുത്തൻ മാത്രമേ നല്ലവനുള്ളൂ. നീ കൽപ്പന പ്രമാണിക്കുന്നുണ്ടോ? മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞില്ല, ചെറുപ്പം മുതൽ എനിക്ക് അവിടെ ഇവനെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവന് പണം ഉണ്ടെങ്കിലും പ്രമാണം അനുസരിക്കുന്നവനാണ്. സ്തോത്രം പറയണം. ഇവൻ അത്യാവശ്യം മാർക്കറ്റിൽ എന്ത് കണ്ടാലും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കണ്ണിന് ഇഷ്ടപ്പെട്ടതെല്ലാം ചോദിക്കുന്ന വിലയ്ക്ക് മേടിക്കാൻ കാശുള്ളവനാ. പക്ഷെ അവൻ പ്രമാണം അനുസരിക്കുന്നവനാ. അവന്റെ ഉള്ളിന്റെ ഉള്ളൊരു ആഗ്രഹമുണ്ട്, വല്ല വിധേനയും എനിക്ക് എന്തു വേണം. സ്തോത്രം പറയണം. അപ്പൊ യേശു പറഞ്ഞ, ആദ്യം നീ നിത്യതയേക്കാൾ അധികം എന്തിനെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ സ്നേഹിക്കുന്നതെല്ലാം നീ വിട്ടിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. എന്നാ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ പേരാ നിത്യജീവൻ. അങ്ങനെ പറയണം. ഇവിടുത്തെ നിക്ഷേപങ്ങളെല്ലാം പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാര് തുറന്ന് മോഷ്ടിക്കുന്നതുമാ. എന്നാ പുഴുവും തുരുമ്പും കെടുത്താതെ, കള്ളന്മാര് തുറന്ന് മോഷ്ടിക്കാതെ ഒരു നിക്ഷേപം നിനക്കുണ്ട്. അത് സ്വർഗത്തിലെ നിക്ഷേപമാ. ഇന്ന് രാത്രി ആ നിക്ഷേപത്തെക്കാൾ അധികം നീ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നോ അതിനെയെല്ലാം നീ വിടണം. ഈ മനുഷ്യൻ അതിദുഃഖിതനായി യേശുവിന്റെ അടുക്കി നിന്ന് മടങ്ങി. നിങ്ങൾ ഈ 4 സുവിശേഷം പോയി വായിച്ചു. യേശുവിന്റെ അടുക്ക വന്നിട്ട് ദുഃഖിച്ചു പോയ ഒറ്റ ഒരുത്തനും. 18 വർഷത്തെ കൂന സന്തോഷത്തോടാം, 12 വർഷത്തെ രക്തസ്രാവക്കാര് സന്തോഷത്തോടാം, നമ്മുടെ 38 വർഷത്തെ പക്ഷപാതക്കാരെ സന്തോഷത്തോടാം, 10 കൂട്ടരോട് യാതയായിട്ട് സന്തോഷത്തോടാം പോയി. വന്നവരെല്ലാം സന്തോഷത്തോടെ പോയി. സന്തോഷിക്കാതെ പോയ ഒറ്റ ഒരുത്തന് ഇവനേ ഉള്ളൂ. ഇന്ന് രാത്രി നീ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചേ പോകാം. ഇന്ന് രാത്രി മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, നിത്യത ഞാൻ ഉറപ്പാക്കി കഴിഞ്ഞു എന്നുറപ്പുള്ളവരൊക്കെ കരമുണ്ട് ചേർത്തടിച്ച് നിത്യജീവൻ കിട്ടാൻ എന്തോ ചെയ്യണം. വേദപുസ്തകത്തിലെ താക്കോൽ വാക്യം എന്താ? താക്കോൽ വാക്യം അതാണോ താക്കോൽ വാക്യം? യോഹന്നാൻ 3:16 കുഞ്ഞിനൊക്കെ വരെ കാണാൻ അറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു സ്വന്തം പറഞ്ഞേ. ഏറ്റവും വലിയ നിത്യജീവൻ കിട്ടണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് യേശുവിനെ വിശ്വസിക്കണം. രണ്ട് ഗ്രൂപ്പിനെ അവിടെ കാണിച്ചേക്കാം. നമ്മുടെ സഭകളിലെ ഗ്രൂപ്പല്ല, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ. ഒന്ന് നശിച്ചു പോന്ന, 2 നിത്യജീവൻ പ്രാപിക്കണം. ആരാ നശിച്ചു പോന്നേ? ക്രൂശിന്റെ വചനം നശിച്ചു പോന്നവർക്ക് പോഷത്വം. രക്ഷിക്കപ്പെട്ട നമുക്കത് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്ത് ശക്തി വരികയാണ്. അതാ വചനത്തിന്റെ പ്രത്യേകത. നീ ക്ഷീണിച്ചു ഭാരപ്പെട്ട ഹൃദയം കലങ്ങിയായിരിക്കും യോഗത്തിന് വന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുക. ദൈവത്തിന്റെ വചനം, ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. യോഹന്നാൻ തന്നെ 5:39 വായിച്ച്. 5:39 വേദപുസ്തകം വായിച്ചോണ്ട് ചോദിച്ചില്ലേ? ചോദിച്ചത് 2 വാക്യം കാണാതെ പഠിക്കാനല്ല.
നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഹലോ, നിന്റെ കയ്യിൽ തന്നേക്കുന്ന ഈ പുസ്തകത്തിന് അത് നിത്യജീവനുണ്ടെന്ന് നിനക്കത് മനസ്സിലാകാതെ നീ അതുകൊണ്ട് കാലായിട്ടേക്കുന്നേ. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ഈ കയ്യിലിരിക്കുന്ന 66 പുസ്തകത്തിനകത്ത് നിനക്ക് നിത്യജീവൻ പകരുന്നതുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ മക്കൾ 70 വർഷം ഈ പുസ്തകം കണ്ടില്ല. എത്ര വർഷമാ? 70 വർഷം. 70 വർഷം കഴിഞ്ഞപ്പോൾ എസ്രാ പുരോഹിതന്റെ കയ്യിൽ ഇവിടുന്ന് പൊടി തട്ടിയ ഒരു പുസ്തകം. ആ ധന്യനായ ഭക്തൻ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി. ജനമെല്ലാം വന്നപ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. വായന തുടർന്നു. ജനം വെള്ളം കുടിക്കാൻ പോകാതെ ഒറ്റ നിപ്പ് നിന്നു. 3 രാവും 3 പകലും ഇടതടവില്ലാതെ എസ്ര 70 വർഷം വായിക്കാത്തതിന്റെ കേട് തീർത്ത് ദാഹത്തോടെ പുസ്തകം വായിച്ചപ്പോൾ ജനമെല്ലാം കരയാൻ തുടങ്ങി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി വചനത്തിന്റെ കേൾവി നിന്റെ അകത്തെ മനുഷ്യന് രൂപാന്തരം വരുത്തിയിട്ട് പാപബോധമുണ്ടായിട്ട് വചനത്തിന്റെ മുമ്പിൽ നീ അലറി കരയാൻ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ നടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഈ വചനത്തെ ശുദ്ധീകരിക്കുക, ഈ വചനത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, പാപബോധം ക്ഷീണിച്ച കമ്പനിയിലെ പ്രശ്നങ്ങളും നമ്മുടെ കീഴ്ഘടകത്തിലുള്ള ജോലിക്കാരുടെ പ്രശ്നവും മോളത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണിയും ഇതെല്ലാം കൂടെ ആയി കൊച്ചിങ്ങളുടെ ഇടയ്ക്കത്തെ അസുഖവും വീട്ടിലെ കാര്യവും സ്കൂളിലെ അഡ്മിഷനും എല്ലാം നമ്മൾ ടെൻഷൻ പിടിച്ചാൽ വരും. 6 മാസമായി ശമ്പളം കിട്ടിയിട്ട് 8 മാസമായി അതൊന്നും നാട്ടിലറിയത്തില്ല. നാട്ടിലറിയാവുന്ന കുവൈറ്റിലാന്നേ അറിയത്തുള്ളൂ. ശമ്പളം കിട്ടിയത് നമുക്ക് അറിയത്തില്ല. ഹലോ, ഈ പ്രശ്നങ്ങളിലാണ് നീ വൈകിട്ട് വരുന്നുടനെ നീ ഒരു അധ്യായമോ ഒരു വാക്യമോ മനസ്സോട് വായിച്ചാൽ അതുവരെയുള്ള ക്ഷീണം മാറുക. നീ അറിയാത്തൊരു നിത്യജീവൻ നിന്റെ അകത്ത് വരികയാണ്. രാവിലെ എണീക്കുമ്പോൾ ക്ഷീണമൊക്കെ ഡ്യൂട്ടിക്ക് പോകണം, ആകപ്പാടെ ഒരു ബാത്റൂമേ ഉള്ളൂ, അതിനകത്ത് ഭാര്യയെ കുളിച്ചൊടുക്കണം, ഭർത്താവ് കുളിച്ചൊടുക്കണം, പിള്ളേരെ കുളിച്ചൊടുക്കണം, എല്ലാം കൂടെ ചെയ്ത് കയറി ഇറങ്ങി സമയം പോയി. പുസ്തകം വായിക്കാൻ സമയമില്ലാതെ പോകരുത്. നീ മറ്റെന്തെങ്കിലും മറന്നാലും പുസ്തകം വായിക്കണം. വായിക്കുമ്പോൾ അന്ന് പകരത്തേക്കുള്ള എനർജി കിട്ടുക. നീ തിരുവഴുത്ത് ശോധന കഴിച്ചാൽ അതിനകത്ത് നിത്യജീവനുണ്ട്. എന്തുകൊണ്ട് ഒരു പ്രാക്ടീസ് പോലെ ചെയ്തു. രാവിലെയും ഈ പുസ്തകത്തെ ഒന്ന് ധ്യാനിച്ചു. നിന്റെ സ്ഥിതി മൊത്തം ദൈവം മാറും. സന്തോഷമുണ്ട്. സ്വന്തം പറയാം. നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നതിൽ എന്തുണ്ട്? ചോദ്യം എന്താ? നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന്, പുത്രനെ വിശ്വസിക്കണം. എന്താ പുത്രനെ വിശ്വസിക്കേണ്ടേ? സ്തോത്രം. ഇന്ന് രാവിലെ ഉണ്ടായ പനി, അതേ തുടർന്നുണ്ടായ ചുമ, അതേ തുടർന്നുണ്ടായ മൂക്കൊലിപ്പ്, അടിയന്തരമായ മരുന്ന് ഉപയോഗിക്കാതെ നിന്റെ കർത്താവ് മാറ്റുമെന്ന്. കാൻസർ ട്യൂമറൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകും. അത് പറയണ്ട. പനി, സാധാരണ പനി വന്നാൽ എന്റെ യേശു മാറ്റുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മനസ്സിലാകുന്നുണ്ട്? പുത്രനെ വിശ്വസിക്കാന്ന് പറഞ്ഞ എന്നറിയാമോ? ഇപ്പോൾ എന്റെ മുമ്പിൽ വന്ന ഈ പ്രശ്നം അതവൻ പരിഹരിച്ചു. ഇപ്പൊ വന്ന ഈ രോഗം അതവൻ സൗഖ്യമായിക്കോളും. ഇപ്പോൾ അടഞ്ഞ ഈ വഴി അതവൻ തുറന്നോളൂ. ഈ നിന്ന അവൻ ഉരുട്ടിക്കളഞ്ഞോളൂ. സ്വത്രം പറയണം. എന്റെ കുടുംബത്തിനേറ്റ ഈ വെല്ലുവിളി അതവൻ പരിഹരിച്ചു. നിന്റെ കർത്താവിനെ രാത്രി വിശ്വസിക്കണം. നീ ആരാധിക്കുന്ന ദൈവം നിന്റെ പ്രശ്നങ്ങളെ ടോട്ടലി പരിഹരിക്കാൻ.
40 വായിച്ച് 6:40. പുത്രനെ നോക്കിക്കൊണ്ട് ആ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം. പുത്രനെ നോക്കിക്കൊണ്ട് വിശ്വസിക്കുന്നവന് നിത്യജീവൻ. അവൻ പറഞ്ഞ എന്റെ കൂടെ വായിച്ചോണ്ടിരിക്കല്ലേ, എല്ലാം നമ്മുടെ ഇരിക്കുന്ന പുസ്തകം വായിക്കും. സമയമില്ല, ഭാഷ പറഞ്ഞ സമയത്ത് നിർത്തണം. പുത്രനെ നോക്കി വിശ്വസിക്കുന്നവന്, അതല്ലേ കാൽവരി നടന്ന്. ഈ അടുത്ത് കിടന്ന ദുഷ്പ്രവർത്തിക്കാർ 2 പേരും കർത്താവിനെ ദൂഷിച്ചാലും ഇല്ലേ? 2 പേരും ദൂഷിച്ചു. പക്ഷെ പെട്ടെന്ന് ഒരുത്തനൊരു പരിവർത്തനം, ഒരു സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ഉണ്ടായ മാറ്റം. സ്തോത്രം. അവൻ 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ദൈവത്തെ അവൻ ഭയപ്പെട്ടു. നിത്യജീവൻ പ്രാപിക്കാനുള്ള 1ാമത്തെ ഘടകമാണ്. അവൻ ആരെ ഭയപ്പെട്ടു? അവൻ ഇവനോട് ചോദിക്കാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവരോട് ചോദിക്കാം, സഹ കുറ്റവാളിയോട് ചോദിക്കാം. അർത്ഥം, നീ ഭയപ്പെടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു. 2, അവൻ ചെയ്തത്, നാമം ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വയം കുറ്റബോധമുണ്ട്. എന്റെ ഭാഗത്ത് 100% കുറ്റമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്ത കാര്യമാണ്. നമ്മളിൽ പലർക്കും ഇപ്പോഴും പിടികിട്ടാത്ത കാര്യം അവന് പിടികിട്ടി. അവൻ പറയുകയാണ്, നാമോ ന്യായമായുള്ളത് അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3, കൂടെ കിടക്കുന്നവന്റെ നിരപരാധിത്വം മനസ്സിലായി. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. 3 കാര്യങ്ങൾ ഇവൻ ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് പറയാം. 1, അവൻ ദൈവത്തെ ഭയപ്പെട്ടു. 2, അവന്റെ കുറ്റം അവനെ ബോധ്യപ്പെട്ടു. 3, കൂടെ കിടക്കുന്നവൻ 100% നിരപരാധിയാണ് അവന് ബോധ്യപ്പെട്ടു. ഒരല്ലേ പറഞ്ഞു. 3 കാര്യം ബോധ്യപ്പെട്ടിട്ട് ഒറ്റ പ്രാർത്ഥന, കള്ളന്റെ പ്രാർത്ഥന. ആരുടെ പ്രാർത്ഥന? കള്ളന്റെ പ്രാർത്ഥന, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചക്രൂശ കിടന്നൊന്ന് അതിനപ്പുറത്ത് അവൻ ആഗ്രഹിച്ചില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവൻ ഏറ്റുപറഞ്ഞു. ക്രിസ്തുവിനുള്ള രക്ഷ അവൻ ഉറപ്പിച്ചു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ക്രിസ്തുവിന്റെ രാജത്വം അവൻ അംഗീകരിച്ചു. ഒരൊറ്റ അപേക്ഷ, എന്നെ കൂടെ ഒന്ന്. യേശു പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ. എത്ര സമയം വേണം നിത്യത ഉറപ്പാക്കാൻ? നിത്യജീവൻ ഉറപ്പാക്കാൻ എത്ര സമയം വേണം? ഒറ്റ സെക്കൻഡ് മതി. നീ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ച് നിന്റെ കുറവ് മനസ്സിലാക്കുക. അവനോടൊരു വാക്കേറ്റ് പറയാൻ തയ്യാറായ, ദൈവത്തെ ഭയപ്പെടാൻ തയ്യാറായ, ആ നിമിഷത്തിൽ നിത്യത കിട്ടുക. അധ്യായം 63-ാമത്തെ വാക്യം. മതി. വാക്യമൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കി. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. എന്റെ കൂടെ ഒന്ന് വരണേ. എന്ന ദൈവത്തിന്റെ പ്രവാചകനെ ദൈവം വിളിച്ചു, മനുഷ്യപുത്ര, നീ അസ്ഥികളുടെ താഴ്വരയിലേക്ക് പോകും. ആത്മാവ് അവനെ എടുത്തോണ്ട് എവിടെ കൊണ്ട് നിർത്തി? അസ്ഥികളുടെ താഴ്വര കൊണ്ട് നിർത്തി. അവിടെ ചെന്നപ്പോ ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത വളരെ ഉണങ്ങിയ അസ്ഥികൾ, 1000-ങ്ങളുടെയോ 10,000-ങ്ങളുടെയോ അസ്ഥികൾ. ഈ താഴ്വരയുടെ പേര് തന്നെ അസ്ഥി താഴ്വര എന്നാണ്.
പ്രൈസലോ. ഇങ്ങനെ ചിതറിക്കിടക്കുക, പരസ്പര ബന്ധമില്ലാതെ ചിതറിക്കിടക്കുക. അവിടെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവൻ പറഞ്ഞു, ദൈവത്തിനറിയാം. അവന്റെ നിസ്സഹായ അവസ്ഥ അവൻ തുറന്നു പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ദൈവത്തിന് അറിയാം. ദൈവം പറഞ്ഞു, നീ ഈ അസ്ഥികളെ ചുറ്റണം. അസ്ഥികളെ ചുറ്റണം. ചുറ്റി ചുറ്റി വചനം പറയും. ഇവിടെ ശ്രദ്ധിച്ചെല്ലാവരും, നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളൊരു രാജ്യമാണ് നിങ്ങൾ പാർക്കുന്ന പട്ടണം, അല്ലേ? രാവിലെ മനസ്സ് വെച്ചാൽ ഒരു 2, 3, 4 മണിക്കൂറുകൊണ്ട് കറങ്ങി വരാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾ ഈ പട്ടണത്തെ ചുറ്റണം. പ്രൈസ് ദി ലോർഡ്. യോശുവ യെരിഹോവിനെ പിടിച്ചത് കൈക്കരുത്തുകൊണ്ടല്ല. യെരിഹോ എന്ന ശക്തമായ പട്ടണത്തെ ഒരു ശത്രുവിന് കീഴ്പ്പെടുത്താൻ കഴിയാത്തൊരു കോട്ട കെട്ടിവെച്ചിരിക്കുക. ദൈവം പറഞ്ഞു, മാനുഷികമായ JCBയോ മറ്റെന്തെങ്കിലും കൊണ്ട് വെച്ചിടിക്കാൻ പോയ മാസങ്ങൾ എടുക്കും. ഇതൊക്കെ പൊളിക്കാനുള്ള മാർക്ക് ഞാൻ പറഞ്ഞുതരാം. നീ ഈ മതിലിന് ചുറ്റണം. ഒന്നാമത്തെ ദിവസം ഒരു പ്രാവശ്യം ചുറ്റണം. അങ്ങനെ 6 ദിവസം ചുറ്റണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. അങ്ങനെ 13 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞിട്ട് ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ ഈ മതിലിൽ പിന്നെ വെക്കാനത്തില്ല. ഞാനൊരു കൊച്ചു സഭയിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇരിക്കും. ഞാൻ ചെല്ലുമ്പോൾ അവിടെ 16 വീട്ടുകാരും, ഇപ്പോഴവിടെ 137 ഭവനങ്ങളുണ്ട്. അതില് അടൂരൂന്ന്, ഞങ്ങളുടെ സഭയിൽ നിന്ന് 43 മൈൽ അകലെ അടൂര് മണക്കാലായിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ഒരു കുടുംബം, മേക്കോട് വരുന്ന കുടുംബമാണ്, മുതിമൂട്ടിന്ന് വരുന്ന കുടുംബമാണ്, ബെച്ചൂച്ചെന്ന് വരുന്ന കുടുംബമാണ്. അതൊക്കെ അങ്ങനെ വരാനൊരു കാരണം, എനിക്കൊരു പഴയ അംബാസഡർ കാണണം, ഒത്തിരി പഴയ വണ്ടിയാണ്. എനിക്കതിങ്ങനെ പുതുക്കി ഇടുന്ന വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ അത് കൊടുത്തു, അതിന് പാർട്സൊക്കെ കിട്ടാതെ വന്നു. ഈ വണ്ടിയെ ഞാൻ എൻ്റെ സഹോദരന്മാരെല്ലാം കയറ്റി, എനിക്കൊരു പഴയ ഹീറോ ഹോണ്ടയുടെ വണ്ടി, ഒരു കവാസാക്കിയൊക്കെ ഉണ്ട്. അതേ 3-4 പേര് അമ്മമാരെ വണ്ടിയുടെ പരുവത്തിലാക്കിയത് പോകും. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടി ഇങ്ങനെ അത്തിക്കയത്തൂടെ പോയി, മർദ്ദമണ്ണി കൂടെ പോയി, ചെമ്മനോടി കൂടെ പോയി, വെച്ചുചിറയിൽ കൂടെ കയറി, നീരറ്റുകാവിൽ കൂടെ വന്ന്, പെരുവയിലിൽ കൂടെ ചെന്ന്, കക്കുടുമണ്ണി കൂടെ പോയി, ഉരുവൻപാറയിൽ കൂടെ കയറി, ഇക്കിയപ്പാറയിൽ കൂടെ വന്ന്, വെല്ലിക്കാവ് കൂടെ കറങ്ങി ഇങ്ങനെ പോയി, കൈ വെള്ളോട്ടിട്ട് ഇങ്ങനെ സ്വോത്രം പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ എല്ലാ വീട്ടിലും. അന്ന് എല്ലാ ആള് വന്നു. പല വീട്ടിലും പോയി സുവിശേഷം പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ നാട് ചുറ്റി, ഞങ്ങൾ കൈ ചൂണ്ടിയ പലതും നമ്മൾ സ്നാനപ്പെട്ട ഒരു സൈഡ് പാരലൈസ് ആയി കിടന്ന അപ്പച്ചൻ വരെ ആള് വിട്ട് വരുത്തിച്ച് ഞങ്ങളെ കൊണ്ട് നമ്മൾ എടുത്ത് സ്നാനക്കടവിൽ മുക്കി. ആ അപ്പച്ചനെ ഉൾപ്പെടെ, അപ്പച്ചന്റെ ഭാര്യയുടെ 3 ആങ്ങളമാര് മർദ്ദവന്മാരെ അച്ഛന്മാരാ, ആ അമ്മച്ചിയെ ഉൾപ്പെടെ സ്നാനപ്പെടുത്തി. അതിനെല്ലാം കാരണം ഞങ്ങൾ പട്ടണം ചുറ്റി. യഹസ്കേലേ, അസ്ഥി ജീവിക്കാൻ നീ കൈകൊണ്ട് വേല ചെയ്യണ്ട, നീ ഇതിനെ ചുറ്റണം. പുറത്തേക്ക് വിടാതെ തളഞ്ഞു വെച്ചിരിക്കുന്ന ആ വ്യാപാരങ്ങളെ നീ തുടങ്ങിയാൽ ആ ഒത്തിരി രാത്രി ജീവിക്കുന്ന ഒരു ചുറ്റി വചനം പറഞ്ഞപ്പോൾ ഞരമ്പില്ലാത്ത, മഞ്ഞയില്ലാത്ത, ബന്ധമില്ലാത്ത ചിതറിക്കിടക്കുന്ന അസ്ഥിയോട് ചേർന്നു. അസ്ഥികൾക്ക് ജീവൻ വെക്കാൻ തുടങ്ങി. അസ്ഥിയോട് ചേർന്നു. കൈ കണ്ണിന്
കൈ വന്നു, കാല് വേണ്ടത് കാല് വന്നു, തല വേണ്ടത് തല വന്നു. അസ്ഥികളെ യോജിച്ചിട്ട് ഒരു സ്കെൽട്ടന്. പക്ഷെ അതിന് ഞരമ്പില്ല, മാംസമില്ല, ഒന്നുമില്ല. ദൈവം പറഞ്ഞു വീണ്ടും നീ വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ ഞരമ്പുകൾ ഉണ്ടായി വന്നു. തുടേന്ന് വലിച്ചൂരി ഹാർട്ടെ വെച്ചെന്നല്ല. ഹലോ, നമുക്ക് ഞരമ്പ് വെക്കാൻ അറിയാവുന്ന സിസ്റ്റം എന്തുവാ? തുടേന്ന് ഊരുക, ഹാർട്ടെ വെക്കുക. പ്രീസലോ, അതല്ല, ഞരമ്പുണ്ടായി വന്നു. വചനത്തിന് അങ്ങനെ ഞരമ്പുണ്ടാക്കാൻ കഴിയുന്നു. നീ കേട്ടോണ്ടിരിക്കുന്ന വായിക്കുന്ന വചനത്തിന് ഇല്ലാത്ത ഒന്നും സൃഷ്ടിക്കാൻ കഴിയുന്നു. പതിനായിരങ്ങൾ കിടക്കുന്ന ഈ സ്കെൽറ്റന്റെ എല്ലാം മാംസം വന്ന് പൊതിഞ്ഞു, തൊക്ക് വന്ന് പൊതിഞ്ഞു. നിനക്ക് പ്രശ്നം എന്താ? ബെർലിനിൽ ഒരു വെളുത്ത പാട് മാറണം. ലീവ് എടുത്ത് നീ കോട്ടയത്ത് പോയി, വെല്ലൂര് പോയി, തിരിച്ചു വന്ന് നിരാശപ്പെട്ടിരിക്കുക. പാട് മാറ്റുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞു, തൊക്ക് മൊത്തം മാറ്റും. വചനം അത് ചെയ്യുവാണ്. വിശുദ്ധികളുണ്ട്. രാത്രി മാറാത്ത പലതും മാറ്റാൻ കഴിയുന്ന അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കണ്ണുണ്ടായി, രണ്ട് ചെവിയുണ്ടായി, ഒരു മൂക്കുണ്ടായി, ഒരു വായുണ്ടായി, അകത്ത് പല്ലുണ്ടായി, ഒരു നാക്കുണ്ടായി. ഹാലലുയ, സ്വത്രം പറയണം. ഒരു ഹാർട്ടുണ്ടായി, ഒരു ലിവറുണ്ടായി, ഒരു പാൻക്രിയാസ് ഉണ്ടായി, അതെല്ലാം ഉണ്ടായി ഉണ്ടായി ഉണ്ടായി. ജീവന്റെ ശക്തി വ്യാപരിച്ചു. ഇപ്പോൾ ഷേപ്പ്ലെസ്സായി കിടന്ന അസ്ഥികൾ ഷേപ്പുള്ള ഒരു ബോഡിയാണ്. പക്ഷെ അകത്ത് എന്തോ ഇല്ല, ജീവൻ. ജീവനില്ലാത്ത ബോഡിയോട് മനുഷ്യപുത്രൻ പറഞ്ഞു, നീ പ്രസംഗം നിർത്തിയത്. പ്രസംഗം വചനത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഹലോ, പ്രൈസലോ. എല്ലാ ദിവസവും വചനം കേട്ടോണ്ട് പോയിട്ട് കാര്യമില്ല. വചനം ചെയ്യേണ്ട കാര്യമെല്ലാം വചനം ചെയ്തു. പ്രൈസലോ. പക്ഷെ ഇനിയും ചെയ്യേണ്ടത് ആത്മാവാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. വായിച്ചേ, നിത്യജീവൻ കിട്ടണമെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കണം. നീ ഇനി കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ 4 ഭാഗത്തുനിന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് ഈ നിമിതന്മാരുടെ ഊരിയപ്പോൾ അവർ സൈന്യമായി ഈ ജീവന്റെ കാറ്റ് നിഗതന്മാരുടെ മേൽ ഊതിയപ്പോൾ അവർ സൈന്യമായി എഴുന്നേറ്റ്. വെറും അസ്ഥിയെ സൈന്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കും. വചനം ജീവിപ്പിക്കും. പുത്രനെ നോക്കി ജീവിക്കും. പുത്രനെ വിശ്വസിക്കുന്നവൻ ജീവിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വേഗം നിർത്തട്ടെ. ശ്രദ്ധിച്ചേ,
റോമാലേഖനം 6-ാം അധ്യായം 22-23 വേഗം വായിച്ച് അവസാനിപ്പിക്കുക. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ഒന്ന് ശ്രദ്ധിക്കണേ ആ വാക്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നീ ആ ക്ഷണത്തിൽ ദൈവത്തിന്റെ ദാസനായി മാറും. ദൈവത്തിന്റെ ദാസനാകുന്നിടം വരെ നീ ആരായിരുന്നു? പാപത്തിന്റെ ദാസനാണ്. പാപം എന്ന യജമാനൻ നിന്നെ അടിമച്ചങ്ങലയിട്ട് അവന്റെ കയ്യിലെ കളിപ്പാവയായിട്ട് ഉപയോഗിക്കുകയാണ്. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ പാപത്തിന്റെ യജമാനെ മാറ്റി. ആ ക്ഷണത്തിൽ നീ ആരായി മാറി? ദൈവത്തിന്റെ അടിമയായി മാറി, ദൈവത്തിന്റെ ദാസനായി മാറി. ദൈവത്തിന്റെ ദാസനായി മാറിയാലത്തെ ഗുണം നിന്റെ വിശുദ്ധീകരണമാണ്. ഈ റോമാലേഖനം എന്ന വിഷയം തന്നെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണമാണ്. അപ്പോൾ ആദ്യം ഈ നീതീകരണം ലഭിച്ചൊരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ ദാസനായി മാറിയാൽ അവനിൽ വിശുദ്ധീകരണം തുടങ്ങുക. വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനൊരു അന്ത്യമുണ്ട്. അതിന്റെ അന്ത്യം എന്തുവാ പറഞ്ഞെല്ലാരും വായിച്ച വാക്യം വായിച്ചു. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ചോദ്യം നല്ലവരോ, ഞാൻ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും? വളരെ വ്യക്തമായി പുസ്തകം പറയുന്നു. ഒന്ന്, നീ പുത്രനെ വിശ്വസിക്കണം. 2, വചനം ശോധന ചെയ്യണം. 3, പുത്രനെ നോക്കി രക്ഷ പ്രാപിക്കണം. 4, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. 5, വിശുദ്ധീകരണം പ്രാപിക്കണം. എന്തിന്? നിങ്ങൾ മുഴുവനായി മുഴുവനായി ശുദ്ധീകരിക്കപ്പെടാം. ഈ രാത്രിയിൽ എന്റെ ആത്മാവും എന്റെ പ്രാണനും എന്റെ ദേഹവും അശേഷം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും എന്നത്ര പേർക്ക് ഉറപ്പുണ്ട്? പിശാച് ഒരു അവകാശവാദം നിന്നെ കുറിച്ച് പറയുന്നു. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാം. 1, മോശയുടെ ശരീരം കൊണ്ടുവന്നു. ദൂതന്മാര് ശരീരം കൊണ്ട് പാനായിട്ട് വന്നപ്പോൾ സാത്താൻ കയറി കിടക്കും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റട്ടെ. ഹലോ, ഒറ്റയടിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. ഇവരൊരു തല്ലി കൊന്നും വെച്ച് തിക്കും പക്കം നോക്കി കുടിച്ചിട്ടോല. ഇവൻ ന്യായപ്രമാണം എറിഞ്ഞ് പൊട്ടിച്ചോല. ഇവൻ പാറെ ഒന്നടിക്കാൻ വന്നിട്ട് ദേഷ്യത്തിനോട് അടിച്ചോല. ഹലോ, ആരോപണങ്ങൾ നിന്റെ പട്ടിക നികത്തി. ദൂതൻ പറഞ്ഞു കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വിഷയത്തിന്മേൽ ജയമെടുത്തു. ഇന്ന് രാത്രി നിന്റെ ദേഹം സംബന്ധിച്ച്, നിന്റെ പ്രാണം സംബന്ധിച്ച്, നിന്റെ ആത്മാവ് സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിന്നയുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അനന്യമായി കാക്കപ്പെടുകയാണോ? ചിന്തയ്ക്ക് വിടുന്നു. നിന്റെ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിന്റെ മന്ദിരമായ ദൈവത്തിന്റെ മന്ദിരമായ ശരീരം ദൈവത്തിന്റെ ശരീരം. നിന്റെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിൽ. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തിന്റെ കയ്യിൽ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുവാനാകട്ടെ. ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ പോകുക. എനിക്കൊരു മുഴുവൻ ശുദ്ധീകരണം വേണം എന്ന് കൊതിക്കുന്നവരൊക്കെ ആ കരമൊന്ന് ഉയർത്തി